കേരളീയ ദർശൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ബഹുമാന്യ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്, പറയേണ്ടിയിരിക്കുന്നത്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ചില പ്രക്ഷോഭങ്ങളെ കുറിച്ചാണ്. അതൊന്ന് കേരളത്തിന്റെ പ്രഥമ പൗരനായ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ, മറ്റൊന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാര് ഒരു ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ട് നവകേരള സദസ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ജനകീയ അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുന്നതിനുള്ള ഒരു പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന യാത്രയ്ക്കെതിരെ നടത്തുന്ന കരിങ്കൊടി പ്രകടനം, പ്രതിഷേധ പ്രകടനം, ഇതെല്ലാം കൂട്ടി വായിച്ചുകൊണ്ടാണ് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് കടക്കുന്നത്. ഈ പ്രക്ഷോഭ പരിപാടികളെല്ലാം തന്നെയും പങ്കെടുക്കുന്നത് യുവജനങ്ങളാണ്, അല്ലാതെ മുതിർന്നവരല്ല. യുവജനങ്ങളെ കുറിച്ച്, യുവജനങ്ങളുടെ മനസ്സിനെ കുറിച്ച്, യുവജനങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച്, യുവജനങ്ങളുടെ പ്രകടനങ്ങളെ കുറിച്ച് ഇതിനു മുമ്പും ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ആശയവും, അത് പുരോഗമനപരമായ ആശയം ആവട്ടെ, പിന്തിരിപ്പൻ ആശയമാവട്ടെ, വിപ്ലവപരമാവട്ടെ, പ്രതിവിപ്ലവപരമാവട്ടെ, അന്ധവിശ്വാസമാവട്ടെ, യുക്തി ചിന്തയാവട്ടെ, ഇങ്ങനെ ഏതൊരു ആശയങ്ങൾക്കും ഇടം നൽകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന മനസ്സാണ് യുവജനങ്ങളുടെ മനസ്സ്. ഇത് മുതലെടുത്തുകൊണ്ടാണ് പലരും യുവജനങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കുകയും തങ്ങളെ എതിർക്കുന്നവർക്ക് എതിരാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങൾ, സമരങ്ങൾ, അക്രമ സംഭവങ്ങളൊക്കെ നടത്തിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് കടന്നു ചെന്നാൽ ഹിറ്റ്ലർ തന്റെ ഭരണത്തിന് സംരക്ഷകരായി നിർത്താൻ ഒരു വിഭാഗം ചെറുപ്പക്കാരെയാണ് ഉപയോഗിച്ചത്. ബ്ലാക്ക് ഷർട്ട്സ് എന്ന പേരിൽ ഒരു വിഭാഗം ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഹിറ്റ്ലർ തന്റെ ഭരണത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, തന്റെ ഭരണത്തിന്റെ നേട്ടങ്ങളെ ബഹുജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്. അതുപോലെ തന്നെയാണ് മുസോളിനി, ചരിത്രത്തിലെ രണ്ടാമൻ മുസോളിനി. ചരിത്രത്തിലെ രണ്ടാമൻ എന്ന് പറയുന്നത് ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിൽ രണ്ടാമൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ മുസോളിനി തന്റെ ഭരണത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, തന്റെ ഭരണത്തിന് സ്തുതിഗീതങ്ങൾ പാടുന്നതിന് വേണ്ടി നിയോഗിച്ചത് ബ്രൗൺ ഷർട്ട്സ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഒരു യുവജന വിഭാഗത്തെയാണ്. 1975 ജൂൺ മാസം 25 തീയതി അർദ്ധരാത്രി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ, അന്ന് നിലവിലൊരു അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അത് നിലനിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അത് നിലനിൽക്കുകയാണ് മറ്റൊരു അടിയന്തരാവസ്ഥ കൂടി പ്രഖ്യാപിക്കുന്നത്. ആ അടിയന്തരാവസ്ഥയെ സംരക്ഷിക്കുന്നതിനും ആ അടിയന്തരാവസ്ഥയ്ക്ക് വേണ്ടി സ്തുതിഗീതങ്ങൾ പാടുന്നതിനും ആ അടിയന്തരാവസ്ഥയുടെ മേന്മകൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിനും ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്തുന്നതിനുമൊക്കെ ഒരു വിഭാഗം യുവജനങ്ങൾ രംഗത്തുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആ പേര് പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല.
ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPI-യുടെ യുവജന സംഘടനയായ AIYF, ആൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അതോടൊപ്പം തന്നെ CPI-യുടെ വിദ്യാർത്ഥി സംഘടനയായ AISF, ആൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ഈ രണ്ട് സംഘടനകളിലും വിദ്യാർത്ഥി സംഘടനകളിലും യുവജന സംഘടനകളിലും പ്രവർത്തിക്കുന്നത് യുവജനങ്ങളാണ്. സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള യുവജനങ്ങൾ, മാർക്സിസവും ലെനിനിസവും പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്ന യുവജനങ്ങൾ. ആ യുവജനങ്ങളും ഈ അടിയന്തരാവസ്ഥയ്ക്ക് സംരക്ഷണം നൽകുന്നതിനും ആ അടിയന്തരാവസ്ഥയുടെ മേന്മകളും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിനും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അത് തെറ്റായി പോയി എന്ന് പറയാൻ 1977 അടിയന്തരാവസ്ഥ പിൻവലിച്ച് വീണ്ടും ഒരു വർഷത്തിലധികം കാത്തിരിക്കേണ്ടി വന്നു. ഇതൊക്കെ ചരിത്ര സംഭവങ്ങൾ. ചരിത്രത്തില് ഏത് മഷി കൊണ്ടാണ് എഴുതി ചേർത്തെന്ന് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം ചരിത്ര സംഭവങ്ങളാണ്, മറക്കാനാവാത്ത സംഭവങ്ങളാണ്. വരും തലമുറയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികളും ചരിത്ര വിദ്യാർത്ഥികളും പഠിക്കുകയും പഠിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ നവ കേരള സദസ്, മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാര് സർക്കാരിന്റെ മേന്മകളെ കുറിച്ച്, അത് ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഉപയോഗങ്ങളെ കുറിച്ച്, അതിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന നവകേരള സദസ്, അതിന്റെ പോരായ്മകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിനെതിരെ നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ, കരിങ്കൊടി പ്രചരണങ്ങൾ. ആദ്യത്തെ വിഭാഗം നടത്തുന്നത് ഭരണകക്ഷിയിൽപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ യുവജനങ്ങളാണെങ്കിൽ, രണ്ടാമത്തെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നത് പ്രതിപക്ഷത്തുള്ള, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസും അവരുടെ വിദ്യാർത്ഥി സംഘടനയായ കേരള സ്റ്റുഡൻസ് യൂണിയൻ KSUമാണ്. ഇവർ രണ്ടുപേരും പോലീസ് തെരുവിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചകളാണ്. പരസ്പരം ആക്രമിക്കപ്പെടുന്ന, തലപൊട്ടി ചോർന്ന വാങ്ങ ഒലിച്ച് പോലീസ് ജീപ്പിലേക്കും ആശുപത്രികളിലേക്കും പോകുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൃശ്യമാധ്യമങ്ങളിൽ കൂടി, ദിനപത്രങ്ങളിൽ കൂടി ഫോട്ടോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, ലൈവായി ടെലിവിഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ഒരു വിശകലനം നടത്താൻ വേണ്ടിയാണ് മുഖവുരയായിട്ട് ഹിറ്റ്ലറെയും മുസോളിനെയും അടിയന്തരാവസ്ഥയും ഒക്കെ പറയേണ്ടി വന്നത്. അത് പറയേണ്ടി വന്നത് ഏതൊരു ആശയവും യുവജനങ്ങളെ സ്വാധീനിക്കും. ആ യുവജനങ്ങളെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും തങ്ങളുടെ ഇഷ്ടങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി തങ്ങളുടെ പരിപാടികൾ, പാർട്ടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തങ്ങളുടെ പരിപാടികൾ നടപ്പാക്കുന്നതിന് വേണ്ടി യുവജനങ്ങളെ ഉപയോഗിക്കുന്നത്. മുമ്പാരോ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിലെ ഞാറ്ററികളാണ് യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും. ഇന്ന് ഞാറ്ററി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. മുമ്പെല്ലാം ഞാറ്ററി സർവ്വസാധാരണമായിരുന്നു. നെൽകൃഷി, നെൽവയലുകളിൽ നടുന്നതിന് വേണ്ടി വിത്ത് പാവി കുരിപ്പിച്ചെടുക്കുന്ന ഞാറുകൾ. അത് തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് വിത്ത് പാകി കുരിപ്പിച്ചെടുക്കുന്ന, രാഷ്ട്രീയ വിത്തുകൾ പാകി കുരിപ്പിച്ചെടുക്കുന്ന ഞാറ്ററികൾ തന്നെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ യുവജനങ്ങളും വിദ്യാർത്ഥി സംഘടനകളും എന്ന് പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. ഇവർ എന്തിനു വേണ്ടിയാണ് ഈ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നത്? എന്തിനു വേണ്ടിയാണ് പ്രതിഷേധ പ്രകടനക്കാരെ
ആക്രമിക്കുന്നത്, അവരെ പരസ്പരം ഏറ്റുമുട്ടുന്നത് എന്നെല്ലാം അവർ ഒരിക്കൽ പോലും കാര്യക്ഷമമായി ചിന്തിക്കാറില്ല. നേതൃത്വം പറയുന്നു, അനുസരിക്കുന്നു. അതിന്റെ വരുംവരായ്മകളെ കുറിച്ചൊന്നും അപ്പോൾ ചിന്തിക്കുന്നില്ല, പിന്നീടും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ പിന്നിൽ പല ഉദ്ദേശങ്ങൾ കാണും. ഇപ്പോൾ നവ കേരള സദസ്സിന് ബദലായി കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണി, പ്രത്യേകിച്ചും കോൺഗ്രസ് ആണ് വിചാരണ സദസ് എന്ന പേരിൽ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ സമ്മേളനങ്ങൾ വിളിച്ചു കൂടുന്നു. അവിടെ ജനകീയ വിചാരണ ചെയ്യുന്നത് സർക്കാരിനെയാണ്. ജനകീയ വിചാരണ ചെയ്യുന്നത് ജനകീയ വിചാരണയല്ല, വിചാരണ സദസ്സിൽ സർക്കാരിനെ വിചാരണ ചെയ്യുന്നു. സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം, ആ കുറ്റപത്രം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഈ വിചാരണ എന്ന പേര് തന്നെ 1980 കാലഘട്ടത്തിലാണ് കേരളത്തിൽ കേൾക്കുന്നത് തന്നെ. അന്ന് ജനകീയ സാംസ്കാരിക വേദി എന്ന് പറയുന്ന ഒരു യുവജന സംഘടന, ആ യുവജന സംഘടനയാണ് ജനകീയ സാംസ്കാരിക വേദി എന്ന യുവജന സംഘടനയാണ് ജനകീയ വിചാരണ എന്ന ഒരു പുതിയ പേരോടുകൂടി ചില സമരമുറകൾ കേരളത്തിൽ അവതരിപ്പിച്ചത്. പ്രത്യേകിച്ചും അഴിമതി നടത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് അവർ ഉന്നമിച്ചത്. അതുകൊണ്ട് സർക്കാർ ഓഫീസുകളുടെ അഴിമതികൾ, കൈക്കൂലികൾ ഏറെക്കുറെയൊക്കെ അന്ന് നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് അന്ന് മുൻ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുത മേനോൻ വരെ അതിനെ അനുകൂലിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം അന്ന് സംജാതമായത്. അപ്പൊ അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഇപ്പൊ കോൺഗ്രസ് കടമെടുത്തിട്ടുള്ളത് ആ പേര്. അടുത്തത് BJP മറ്റൊരു പഞ്ചായത്ത് സദസ് കൊണ്ടുവരാൻ പോകുന്നു. ഇതെല്ലാം തന്നെയും വരാൻ പോകുന്ന 2024 വരെ പടിവാതിക്കൽ നിൽക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ്, ലോകസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ആ ലോകസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന പ്രചരണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഈ 3 സദസ്സുകളും ഇന്ന് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ, ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നു എന്നതിനേക്കാൾ ഉപരി കേരളത്തിൽ ആകെ 20 സീറ്റുകളേ ഉള്ളൂ. അതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ കിട്ടിയത് 1 സീറ്റാണ്, ആലപ്പുഴ സീറ്റ്. മറ്റെല്ലാം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയാണ് കരസ്ഥമാക്കിയത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് 77-ലാണ്. 77-ലെ പൊതുതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഇടതുപക്ഷ മുന്നണിക്ക് ലോകസഭയിലേക്ക് 1 സീറ്റും ലഭിച്ചില്ല. പാർട്ടിയുടെ ഉന്നതനായ നേതാവ് E. ബാലൻ നടക്കും പരാജയപ്പെട്ടു. ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ 1952 മുതൽ 1970 വരെ മത്സരിച്ച് ജയിച്ച് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിരുന്ന AK ഗോപാലന്റെ മരണശേഷമാണ് 77 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അസുഖമായി കിടക്കുമ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AKG മത്സരിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ AKG ജയിക്കുമായിരിക്കാം. എന്നാലും അന്ന് 1 സീറ്റ് ലഭിച്ചില്ല. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഇടതുപക്ഷ മുന്നണിക്ക് ലഭിച്ചത് 17 സീറ്റാണ്. ആ എറണാകുളം തൊട്ട് ഇങ്ങോട്ട് ലഭിച്ചത് ആകെ 1 സീറ്റ്, ബാബുനഗരം സീറ്റ് മാത്രം. ഗൗരിയം അടക്കം തോറ്റുപോയി. അപ്പൊ ആ ഒരു ചരിത്രം കേരളത്തിലുണ്ട്. അപ്പൊ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ ആർക്ക്, അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിക്ക് എത്ര സീറ്റ് കിട്ടും, CPM മുന്നണിക്ക് എത്ര സീറ്റ് കിട്ടും, BJP മുന്നണിക്ക് എത്ര സീറ്റ് കിട്ടും എന്നതിനേക്കാൾ ഉപരി
സീറ്റുകളുടെ എണ്ണം കണക്കാക്കുന്നതിനേക്കാൾ ഉപരി തങ്ങളുടെ രാഷ്ട്രീയം അത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഈ സദസ്സുകളുടെ പ്രധാന ഉദ്ദേശം. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. അവർക്ക് സീറ്റുകളുടെ എണ്ണം കൂടുകയോ കുറയോ ചെയ്താലും കേരളത്തിൽ വിഷയമല്ല. കേരളത്തിൽ ലോകസഭ സീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരുപോലെ തന്നെ. പക്ഷെ അവർക്കൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യം മറ്റ് മുന്നണികൾക്ക് ഇല്ല എന്നല്ല ഈ പറയുന്നതിനർത്ഥം. പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുമ്പെല്ലാം ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പലപ്പോഴും വെള്ളങ്ങൾ ചേർത്ത് അതിപ്പം വെള്ളം നേർത്തുപോയി എന്ന് മാത്രം. അതുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, നിലവിലെ രാഷ്ട്രീയ ഭൗതിക സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാക്കി എത്രത്തോളം മാറ്റിയെടുക്കാൻ കഴിയും, സമ്മതിദായകരുടെ മനസ്സ് തങ്ങൾക്ക് അനുകൂലമായി എത്രത്തോളം മാറ്റിയെടുക്കാൻ കഴിയും, അത് എത്രത്തോളം വോട്ടാക്കി മാറ്റാൻ കഴിയും എന്ന കാര്യത്തിലാണ് ഈ സദസ്സിന്റെയൊക്കെ ഉള്ളു ഇരിക്കുന്നത്. അത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാവുന്നതാണ്. ഇന്നത്തെ രാഷ്ട്രീയ നിലവാരം വെച്ച് നോക്കുമ്പോൾ അത് വ്യക്തമായി പറയുന്നത് ശരി അല്ല എങ്കിൽ തന്നെയും ഈ കാണിക്കുന്ന ബഹളങ്ങൾക്കൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രയോജനം ഉണ്ടാകും എന്ന് വിശ്വസിക്കാൻ ഉള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ന് നിലവിലില്ല. അത് തുറന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് തുറന്നു പറഞ്ഞത്. അതുകൊണ്ട് അതിലേക്ക് ഇനി വളരെയധികം നീണ്ടു പോകുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ 2 നേതാക്കന്മാര് നമ്മെ വിട്ടുപിരിഞ്ഞു. ആ 2 നേതാക്കന്മാരുടെയും പ്രത്യേകത എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലെ പലരും അഴിമതിയുടെ കറ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വാങ്ങിയതെങ്കിൽ ഈ 2 നേതാക്കളും അഴിമതിയുടെ കറ ഏറ്റുവാങ്ങാതെയാണ് വിടവാങ്ങിയത്. ഒന്ന് ശ്രീ കാനം രാജേന്ദ്രൻ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ AISFലൂടെ രാഷ്ട്രീയത്തിൽ വന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ കാനം രാജേന്ദ്രൻ. മറ്റൊരാള് KP വിശ്വനാഥൻ, KSCയിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നു വന്ന് കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി പദത്തിന് വരെ എത്തി, KPCCയുടെ നേതൃത്വ നിലയിലെത്തി. അങ്ങനെയെല്ലാം പലപ്പോഴും ഇന്ദിരാഗാന്ധിക്ക് എതിരെ നിന്നിട്ടുള്ള AK ആന്റണിയോടൊപ്പം നിന്നിട്ടുള്ള നേതാവ്, ആ നേതാവും അഴിമതിയുടെ കറ ഏറ്റുവാങ്ങാതെയാണ് വിടവാങ്ങിയിരിക്കുന്നത്. ഈ 2 നേതാക്കൾക്കും കേരള ദിവസന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരള ദേശത്തിലൂടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ നവകേരള സദസ്സിലൂടെ നിലവിലുണ്ടായിരുന്ന അഴിമതി ആരോപണങ്ങള് ജനങ്ങള് മറക്കാൻ ഇടയായി എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസവും ഇന്നുമെല്ലാം ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CPMന്റെ നേതാക്കന്മാരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ഇപ്പൊ ചർച്ചാ വിഷയമേ അല്ല. എന്തിനേറെ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വന്ന ആരോപണവും ഇപ്പൊ ചർച്ചാ വിഷയമല്ല. ആ ചർച്ചാ വിഷയം അത് മറക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ചർച്ചാ വിഷയത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഇടതുപക്ഷ മുന്നണിയുടെ മാത്രം ആവശ്യമല്ല. ഇത്തരം അഴിമതികൾ നടത്തിയതിൽ ആരും പിന്നോക്കമല്ല. അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ പുറത്തും ചെളി വീഴും. അതുപോലുള്ള മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ദേഹത്തും ചെളി വീഴും എന്നതുകൊണ്ട് ഈ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ബോധപൂർവം രാഷ്ട്രീയ പാർട്ടികൾ, അതിനെതിരെ കണ്ടം ഉയർത്തിയവർ അത് ബോധപൂർവം മനഃപൂർവ്വം മറന്നതായി അഭിനയിക്കുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം മറന്നതായി ഭാവിക്കുന്നു. അതെല്ലാം ഇലക്ഷൻ വരുമ്പോൾ ഉയർന്നെഴുന്നേൽക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടുന്ന മറ്റൊരു വസ്തുത. എന്തൊക്കെയായാലും
മറവി ജനങ്ങളുടെ കൂടപ്പിറപ്പായതുകൊണ്ട് പലതും ജനങ്ങൾക്ക് മറക്കാൻ കഴിയുന്നത് കൊണ്ട് ഇത്തരം അഴിമതികളായാലും ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളായാലും ഇവിടെ ഇപ്പൊ പ്രതിപക്ഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗവർണറല്ലേ യഥാർത്ഥ പ്രതിപക്ഷം എന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയാൽ കുറ്റം പറയാൻ കഴിയുമോ? കഴിയില്ല. അപ്പൊ അതാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. ആ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടാവാം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദായകർ ആർക്ക് വോട്ട് ചെയ്യണം, ആർക്കാണ് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അതുവരെ കാത്തിരിക്കാം. ഇതോടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണ്. നന്ദി, നമസ്കാരം.